Tuchel is not a bad manager. ഉള്ള പറയാലോ Tuchel is not a bad manager. But is he the right manager for Bayern Munich at this moment? അത് ഡൗട്ട്ഫുൾ ആണ്. സോ എന്താണ് ബയൺ മ്യൂണിക്കിന് സംഭവിക്കുന്നത്? സോ ബയൺ മ്യൂണിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവങ്ങൾ എന്താണ് നടന്നത്? ഇന്നലെ ബയൺ മ്യൂണിക് 17 ഷോട്ട്സ് എടുത്ത് 0 ഓൺ ടാർഗറ്റ്, എക്സ്പെക്ടഡ് ഗോൾസ് 1.18, പൊസഷൻ വിത്ത് ഓൾമോസ്റ്റ് 60% അബോവ് പൊസഷൻ. ബട്ട് സ്റ്റിൽ ലാസ്റ്റ് ഇയർ വെറുതെ ബെറ്റർ സൈഡ് 39% പൊസഷൻ എങ്ങാണ്ട് വെച്ചുകൊണ്ട് 1.80 എക്സ്പെക്ടഡ് ഗോൾസ്, മോർ ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. ആൻഡ് ഇന്നത്തെ മാച്ചിൽ അവിടെ കുറച്ച് റെക്കോർഡുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ അവസാനമായിട്ട് റൗണ്ട് ഓഫ് 16 ഫസ്റ്റ് ലെഗിൽ ബയൺ മ്യൂണിക്ക് തോറ്റത് FC ബേസലിന് അഗേൻസ്റ്റ് 2012 അതിനുശേഷം ഇന്നാണ് റൗണ്ട് ഓഫ് 16 ഒരു ഫസ്റ്റ് ലെഗിൽ ബയൺ മ്യൂണിക്ക് തോക്കുന്നത്. ആൻഡ് മറ്റൊരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ ലിവർപൂൾ അഗേൻസ്റ്റ് 2019 മാച്ചിലാണ് ലാസ്റ്റ് ആയിട്ട് 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ബയൺ മ്യൂണിക്കിന് ഉണ്ടായിരുന്നത്. അത് ഇന്നും 0 ഷോട്ട് ഓൺ ടാർഗറ്റ്. ആൻഡ് 2015 ശേഷം അടുപ്പിച്ച് 2 കളിയായിട്ട് ഗോൾ സ്കോർ ചെയ്യാത്തത് ഫസ്റ്റ് ടൈമാണ് ഓൾ കോമ്പറ്റീഷൻ ബയൺ മ്യൂണിക്ക്. 2015 ശേഷം അടുപ്പിച്ച് ലാസ്റ്റ് 2 മാച്ചസ് ആയിട്ട് ലെവർകൂസൻ അഗേൻസ്റ്റും ഇന്ന് ലാസ്റ്റ് അഗേൻസ്റ്റും ബയൺ സ്കോർ ചെയ്തിട്ടില്ല. ആരും എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2019 അവസാനമായിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് 2 ഗെയിംസ് ബയൺ തോറ്റത്. അതും ഇന്നലെ സംഭവിച്ചു. സോ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഏതാണെന്നറിയാലോ, FC ബാർസലോണ. സോ ഞങ്ങൾക്ക് ബയൺ മ്യൂണിക് എന്ന് പറയുമ്പോൾ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക് എന്ന് പേര് വരുമ്പോഴേക്കും ഓൾവേസ് യു ഹാവ് ബാഡ് മെമ്മറീസ് അബൌട്ട് ബയൺ മ്യൂണിക് ലാസ്റ്റ് 10 years ആയിട്ട്. സോ അങ്ങനെ ഒരു ടീം ഇത്രയും ഷാംബോളിക്കായിട്ട് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ റിയലി സർപ്രൈസ്ഡ് ഉള്ള പറയാലോ. ആൻഡ് ടുച്ചലിനെ നാഗൽസ്മാനെ സാക്ക് ചെയ്ത് കൊണ്ടുവന്നത് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ്. ബട്ട് ഓവറോൾ നമ്മൾ നാഗൽസ്മാന്റെ ടീമിൽ കാണുന്നതിന്റെ 7 ഐഡന്റിറ്റി പോലും കാണുന്നില്ല. ആൻഡ് നാഗൽസ്മാൻ വാസ് പെർഫോമിംഗ് വെൽ ഇൻ യൂറോപ്പ്. ഇവിടെ ടുച്ചൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പോലും തട്ടിമുട്ടിയാണ് കിടന്നത്. ആൻഡ് ലാസ്റ്റ് ഇയർ സത്യം പറഞ്ഞാൽ ലീഗിൽ ഈസ് നോട്ട് പെർഫോമിംഗ് വെൽ. ലാസ്റ്റ് ഇയറുടെ പെർഫോമൻസ് അന്യായം ഒന്നുമല്ല ലീഗിലെ പെർഫോമൻസ്. ഈവൻ സാറിക്കും പ്ലേയേഴ്സിന് ഇടയിൽ ഇഷ്യൂസ് ഉണ്ട്. സോ അവിടെ മീഡിയാസ് കുറച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് സാറിനെ. ആൻഡ് യെസ്റ്റർഡേ ബയൺ മ്യൂണിക് മേഡ് ലാസിയോ ലുക്ക് ലൈക്ക് എ സുപ്പീരിയർ ടീം ഉള്ളത് പറയാതെ. ഇന്നലെ ഹാരിക്കന് കുറെ ബ്ലെയിം ഹാരിക്കന്റെ തലയിലോട്ട് വരും. ഹാരിക്കനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. യെസ്, ഹാരിക്കൻ ഷുഡ് ഹാവ് സ്റ്റെപ്ഡ് അപ്പ്. ഹാരിക്കൻ സ്റ്റെപ്പ് അപ്പ് ചെയ്യണമെന്ന്. ബട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫൈനൽ തേർഡിൽ ബയൺ മ്യൂണിക്ക് കണക്റ്റഡ് ആവുന്നേ ഇല്ല. ബയൺ മ്യൂണിക്ക് ഒട്ടും കണക്റ്റഡ് ആവുന്നില്ല ഫൈനൽ തേർഡിൽ. റിയലി ബഡ്. അതായത് അപ്പുറത്ത് ലാസിയോ ലുക്ക് ലൈക്ക് എ മച്ച് സുപ്പീരിയർ സൈഡ് ഇൻ ദ ഫൈനൽ തേർഡ് ഉള്ള പറയാലോ. ബയൺ മ്യൂണിക്ക് ഈവൻ ലെവർകൂസൻ അഗേൻസ്റ്റ് ആണെങ്കിലും ഇന്നലെ ആണെങ്കിലും റിയലി സ്ട്രഗ്ലിംഗ് ഇൻ ദ ഫൈനൽ തേർഡ്. അവിടെ ഒരു കണക്ഷൻ ഇല്ല പ്ലേയേഴ്സിനിടെ തമ്മിൽ. ഐ തിങ്ക് പ്ലേയേഴ്സ് ആർ നോ ഐഡിയ വാട്ട് ദേ ആർ ഡൂയിങ്. ബോത്ത് കോച്ചും പ്ലേയേഴ്സും ഈക്വലി ഇതാണ്. അവിടെ പ്ലേയേഴ്സ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് ബയൺ മ്യൂണിക്ക് മൊത്തം ഉള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് ടാലൻസ് ആണ് ബയൺ മ്യൂണിക്കിലുള്ളത്. എസ്പെഷ്യലി ആ ഫ്രണ്ട് ഫോർ ഒക്കെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൻഡ് ഒരു ലിങ്കപ്പും കാണുന്നില്ല, ഒരു സിംഗും കാണുന്നില്ല എഗൈൻസ്റ്റ് ലാസിയോ സൈഡ്. ലാസിയോ അന്യായം ഒന്നുമല്ല. ഈ സിറിയയിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് ടീമോ ഏറ്റവും ബെസ്റ്റ് സൈഡോ ഒന്നുമല്ല. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ ഓർത്തത് ബയൺ മ്യൂണിക് വിൽ ബി വിന്നിംഗ് ബൈ അറ്റ്ലീസ്റ്റ് 3 goals മാർജിൻ. അതോ ഇന്നലെ ഒരു 3 goal ലെവർകൂസന്റെ ആ ഒരു തോൽവിക്ക് പകരം വീട്ടാനായിട്ട് അടിക്കുമെന്നാണ് ഞാൻ ഓർത്തത്. ഉള്ള പറയാറ് എന്റെ പ്രഡിക്ഷൻ വാസ് 4-1 4-2 അല്ല 4-1 ഫോർ ബയൺ ആയിരുന്നു എന്റെ ഒരു പ്രഡിക്ഷൻ. പക്ഷെ I was really surprised with the way Bayern Munich played. So പേസ് വൈസ് നമ്മൾ നോക്കാനാണെങ്കിൽ ബയൺ മ്യൂണിക്കുമായിട്ട് മാച്ച് ചെയ്യാനായിട്ടുള്ള പേസോ ക്വാളിറ്റിയോ ലാസ്റ്റ് സൈഡിൽ ഇല്ല. അതൊരു ഫാക്റ്റ് ആണ്. ബട്ട് യെസ്റ്റർഡേ സാറി ആസ് എ കോച്ച് വാസ് സുപ്പീരിയർ. ആൻഡ് സാരി എന്ന് പറയുന്ന കോച്ചിന്റെ ടാക്ടിക്സ് എന്താണെന്നും സാരി തങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടതെന്നും ലാസിയോ ഒക്കെ അറിയായിരുന്നു. ആൻഡ് ദേ പ്ലേഡ് വെൽ. ശരിയാണ്, സെക്കൻഡ് ലെഗിൽ അലിയൻസ് അറീനയിൽ ചെന്ന് മേ ബി ലാസിയോനെ നശിപ്പിച്ച് അടുത്ത റൗണ്ടിലോട്ട് കടക്കുമായിരിക്കും. പക്ഷേ ബയൺ മ്യൂണിക് സൈഡിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് അല്ല ഈ കാണുന്നത്. തോൽക്കാം, പക്ഷെ ഇങ്ങനെ ഒരുമാതിരി ലാസ്റ്റ് 2 മാച്ചസ് ആയിട്ട് നാണം കെട്ട തോൽവിയാണ് ബയൺ മ്യൂണിക് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ടുച്ചലിന്റെ ഡേയ്സ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ടുച്ചൽ ഈസ് നോട്ട് എ ബാഡ് മാനേജർ ആണ് ഇപ്പോഴും പറയുന്നത്. ബട്ട് ഈസ് നോട്ട് ദ റൈറ്റ് ഫിറ്റ് ഫോർ ബയൺ മ്യൂണിക് അറ്റ് ദിസ് മൊമെന്റ്. കാരണം ടുച്ചലിന്റെ ആ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ ടൈം എടുക്കും. ആൻഡ് ടുച്ചലിന്റെ ഫിലോസഫീസുമായിട്ട് ഈ പ്ലേയേഴ്സ് അഡാപ്റ്റ് ചെയ്ത് പോകുമെന്ന് തോന്നുന്നില്ല. ഐ തിങ്ക് മേ ബി അലിയൻസ് അറീനയില് നെക്സ്റ്റ് റൗണ്ടിൽ ഡെഫിനറ്റ്ലി ബയൺ തന്നെയാണ് ഫേവറേറ്റ്. ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഐ തിങ്ക് ബയൺ ഇവഞ്ച്വലി ഈ റൗണ്ട് കടന്നു പോകാൻ തന്നെയാണ് ചാൻസ്. പക്ഷെ നെക്സ്റ്റ് റൗണ്ടിൽ ഒരു ടോപ്പ് ഒപ്പോണെ കിട്ടുമ്പോൾ മേ ബി ഇത്ര എളുപ്പമായിരിക്കത്തില്ല കാര്യങ്ങൾ. സോ കമ്പാരിറ്റീവ്ലി വൺ ഓഫ് ദി ഈസിയസ്റ്റ് ഒപ്പോണന്റിനെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഓവറോൾ ബയണിന് കിട്ടിയത്. ബോട്ടിലിട്ടെന്നും പറയാം. ദേ വർ ഔട്ട് ക്ലാസ് ബൈ സാറി ആസ് എ കോച്ച് ഔട്ട് ക്ലാസ് ടുച്ചൽ ആൻഡ് ഡിസൈഡ്. അപ്പൊ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് റയൽ സൊസിഡാഡ് വേഴ്സസ്
പി എസ് ജി വേഴ്സസ് റയൽ സൊസൈറ്റി, പി എസ് ജിയുടെ ഹോം മാച്ച് ആയിരുന്നു. സോ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത, ഇന്ററിന്റെ ഒക്കെ ഒരു ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്ത് കോൺഫിഡൻസോട് കൂടി തന്നെയാണ് സൊസൈറ്റി റൗണ്ട് ഓഫ് 16 വന്നത്. പക്ഷേ അവരുടെ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് അവർ ഗോൾ അടിക്കാൻ സ്ട്രഗിൾ ചെയ്യാണ്. സോ 8 മണിക്കൂറായി, ഇന്നലത്തെ മാച്ച് ഉൾപ്പെടെ 8 hours ആയി റയൽ സൊസൈറ്റി അവസാനമായിട്ടൊരു ഗോള് സ്കോർ ചെയ്തത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ പി എസ് ജിക്ക് എതിരെ ഇറങ്ങുന്നു. പി എസ് ജി ഫ്രണ്ട് ത്രീ ഓഫ് ബർക്കോള, കിലിയൻ എംബാപ്പെ ആൻഡ് ഉസ്മാൻ ഡെമ്പലെ. സോ ഇവരെ 3 പേരും എക്സ്ട്രീംലി പേസ് ഉള്ള പ്ലേയേഴ്സ് ആണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ സൊസൈറ്റിയുടെ വൺ ഓഫ് ദ വീക്കസ്റ്റ് ഏരിയാസ് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ 2 ഫുൾ ബാക്സ് നോട്ട് ദ ക്വിക്കസ്റ്റ്. ലലീഗയിൽ തന്നെ 2 ഓഫ് ദ എന്നാ പറയാ ലീസ്റ്റ് ക്വിക്കസ്റ്റ് ഫുൾ ബാക്സ് ആണ് റയൽ സൊസൈറ്റി ടീമിലുള്ളത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലെ റയൽ സൊസൈറ്റി ഫസ്റ്റ് ഹാഫിൽ സത്യം പറഞ്ഞാല് ദേ വേർ ദ ബെറ്റർ സൈഡ്. ലൂയിസ് എൻട്രിക്ക് പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞൊന്ന് ശ്രദ്ധിക്കുക. അതിപ്പോ ഒരു ചെറിയൊരു വൈറൽ ക്ലിപ്പായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ ഞങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ വന്ന് 2 ഗോൾ അടിച്ച് ജയിക്കുമെന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഡാൻസ് കളിച്ച് തുള്ളിച്ചാടിയനായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ എന്നോട് വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ 2 ഗോളിന് ജയിക്കുമായിരുന്നു എന്ന് പറയുമായിരുന്നെങ്കിൽ, കാരണം അത്രയും മോശമായിരുന്നു പി എസ് ജിയുടെ പെർഫോമൻസ് എന്നാണ് ലൂയിസ് എൻട്രിക്ക് പോസ്റ്റ് മാച്ച് വന്ന് പറഞ്ഞത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ എംബുമോന്റെയും അതുപോലെ തന്നെ നമ്മൾ ബർക്കോളയുടെയും ഗോളിൽ പി എസ് ജി വിജയിക്കുകയായിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ റിയലി പൊസഷൻ എല്ലാം പി എസ് ജിയുടെ കയ്യിലായിരുന്നെങ്കിലും വി ഡിഡ്ന്റ് ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. അത് കമന്റേറ്റേഴ്സും മാച്ചിനിടയിൽ ഒന്നല്ല കുറച്ച് ഇൻസ്റ്റൻസിൽ പറയുന്നുണ്ടായിരുന്നു. കാരണം ബോൾ കീപ്പ് ചെയ്യുന്നത് സൊസൈറ്റി ആണെന്ന് നമുക്ക് തോന്നുമായിരുന്നു. കാരണം പി എസ് ജി മിഡ് തേർഡിൽ നിന്ന് ഫൈനൽ തേർഡിലോട്ട് കിടക്കാനായിട്ട് ശരിക്കും ബുദ്ധിമുട്ടുമായിരുന്നു. റയൽ സൊസൈറ്റി മിഡ്ഫീൽഡ് വെച്ചാണ് ബോൾ വിൻ ചെയ്യുന്നു. പി എസ് ജി പൊസഷൻ അധികം ഡേഞ്ചറസ് അല്ലാത്ത ഏരിയാസിൽ കീപ്പ് ചെയ്യുന്നു. സോ സൊസൈറ്റി ലുക്ക് ലൈക്ക് ദേ വെയർ കീപ്പിംഗ് ദ ബോൾ മോർ ഇൻ ദ ഡേഞ്ചറസ് സോൺ. കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. കൂബോ ത്രൂ അവരാണെങ്കിൽ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ പക്കായിട്ട് ഡേഞ്ചർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബട്ട് കൂബോയുടെ ചില പാസുകൾ ഫൈനൽ പാസുകൾ കുറച്ചുകൂടെ ബെറ്റർ ആവുകയാണെങ്കിൽ സൂപ്പർബാണ്. ഇന്നലത്തെ മാച്ചിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 9 ഷോട്ട്സ് ആണ് സൊസൈറ്റി എടുത്തത്. ഒറ്റ ഒരെണ്ണം പോലും ടാർഗറ്റിലില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡോണറൂമ ശരിക്കും ഉയർത്തുന്നത് നമുക്ക് പറയാൻ പറ്റും. കാരണം ഭയങ്കര നല്ല ഡേഞ്ചറസ് സിറ്റുവേഷൻസ് വരുന്നുണ്ടായിരുന്നു സൊസൈറ്റിന്റെ ഭാഗത്ത്. സോ ഡോണറൂമ വാസ് പറയും. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ആണ് ആൻഡ്രേ സിൽവയുടെ ഒരു ഷോട്ട് ജസ്റ്റിന് പോകുന്നു, അത് ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട് എടുക്കുന്നു. ആൻഡ് അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ എംബാപ്പയുടെ ഒരു ഷോട്ട് സൂപ്പർബായിട്ട് തന്നെ 1-on-1 സിറ്റുവേഷൻ വന്ന പുള്ളി സേവ് ചെയ്യുന്നുണ്ട് സൊസൈറ്റിന്റെ ഗോൾ കീപ്പർ. ആൻഡ് അങ്ങനെ മുന്നോട്ട് പോവുക ആൻഡ്രേ സിൽവയുടെ മറ്റൊരു ഹെഡർ ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്നു. ആൻഡ് ക്രോസുകൾ കൂബോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ബോക്സിലോട്ട് ഇടുന്നു. ഡേഞ്ചർ സിറ്റുവേഷൻസ് എങ്ങനെയൊക്കെയോ പി എസ് ജി ക്ലിയർ ചെയ്യുന്നു. ആൻഡ് ക്യാപ്റ്റൻ മാർട്ടിന്റെ ഷോട്ട് ബാറിൽ തട്ടിപ്പോകുന്നു. ആൻഡ് സൊസൈറ്റി വിൽ ബി റിയലി ഫ്രസ്ട്രേറ്റഡ്. ഫസ്റ്റ് ഹാഫിൽ അറ്റ്ലീസ്റ്റ് 2 ഗോളേനും സ്കോർ ചെയ്യാത്തതിൽ, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് 2 ഗോളേനും സ്കോർ ചെയ്യാത്തതിൽ സൊസൈറ്റി വിൽ ബി ഫ്രസ്ട്രേറ്റഡ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അപ്പുറത്തെ എംബാപ്പയുടെ ചാൻസ് അല്ലാതെ സീരിയസ് ആയ ഒരു ചാൻസ് പി എസ് ജി ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടില്ല. റയൽ സൊസൈറ്റി വേർ ദ ബെറ്റർ സൈഡ് ബൈ ഫാർ ഫസ്റ്റ് ഹാഫിൽ. അത് ലൂയിസ് എൻട്രിക്ക് പോസ്റ്റ് മാച്ച് ഒന്ന് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നമുക്കറിയാം സെക്കൻഡ് ഹാഫിൽ ഓൾമോസ്റ്റ് ഷുവർ ആയിരുന്നു പി എസ് ജി തിരിച്ചു വരും. കണ്ടെയ്ൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം പി എസ് ജി ഹാസ് ടു മച്ച് ടാലന്റ് എന്ന് പറയുന്നത്. എൻട്രിക്ക് ഇസ് എ ഗുഡ് കോച്ച്. പുള്ളി സെക്കൻഡ് ഹാഫ് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തും, എന്തെങ്കിലുമൊക്കെ ടീമിലാണെങ്കിൽ പക്കയായിട്ട് മാറ്റങ്ങൾ വരുത്തും നമുക്ക് ഷുവർ ആയിരുന്നു. സോ സൊസൈറ്റി അറ്റ്ലീസ്റ്റ് 1 ഗോളേലും ആ ഫസ്റ്റ് ഹാഫ് സ്കോർ ചെയ്യുമായിരുന്നെങ്കിൽ 2-1 സ്കോർ ലൈനുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ലെഗിൽ സൊസൈറ്റി വരുവാണെങ്കിൽ ഐ തിങ്ക് റയൽ സൊസൈറ്റിന് എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചാൻസ് നമുക്ക് പറയാം. പക്ഷേ ഈ 2-0 ലീഡ് 8 മണിക്കൂറായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നില്ല. റിയലി സ്ട്രഗിളിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ. സോ ഒരു 2-0 ലീഡ് മറികടക്കാൻ എന്തായാലും സൊസൈറ്റി ബുദ്ധിമുട്ടും. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ വരുമ്പോഴേക്കും റിയലി 2 പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ് ഇൻസ്റ്റൻസുകളാണ് നമ്മൾ സൊസൈറ്റിന്റെ ഭാഗത്തുനിന്ന് കണ്ടത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എംബാപ്പയുടെ ഒരു ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ട് കോർണർ പോവുകയാണ്. ആൻഡ് കോർണർ ഉസ്മാൻ ഡെമ്പലെ എടുക്കുന്നു, മാർക്കിനോസ് ഹെഡ് ചെയ്യുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ സെക്കൻഡ് പോസ്റ്റിൽ ഫാർ പോസ്റ്റിൽ ഫ്രീ ആയിട്ട് എംബാപ്പെ വന്ന് ഫിനിഷ് ചെയ്യുകയാണ്. ആൻഡ് കൂബോയുടെ മിസ്റ്റേക്ക് ആണത്. കൂബോ എംബാപ്പനെ മാർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂബോ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആവുകയാണ്. ആൻഡ് ബോൾ ക്ലിയർ ആയിട്ട് എംബാപ്പയുടെ അങ്ങോട്ട് വരുമ്പോഴേക്കും പുള്ളി ഒരു എഫേർട്ട് വിടുന്നില്ല ബ്ലോക്ക് ചെയ്യാനായിട്ട്. ആൻഡ് റിയലി പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ് ഫ്രം കൂബോ എന്ന് അവിടെ പറയേണ്ടി വരും. ആൻഡ് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബർക്കോളയുടെ അടുത്ത ഗോൾ വരികയാണ്. സോ ആ ബർക്കോളയുടെ ഗോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പുള്ളിയുടെ ആ ഒരു ടച്ച്, മൊമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയുമെങ്കിലും ബ്രില്യൻസ് ആ ഗോളിൽ കാണാമെങ്കിലും ആ ഒരു ടച്ച് എടുത്തായിരുന്നു. ആ ഒരു ഫസ്റ്റ് ടച്ച് പുള്ളി എടുത്തത് ഭയങ്കരമായിട്ട്. ഫസ്റ്റ് ടച്ച് നല്ല പുള്ളിയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഡ്രിബിൾ ചെയ്യാനായിട്ട് നോക്കിയത് കൺട്രോൾ വിട്ട് ഒരു രീതിയിൽ ഓവറായിട്ട് ആ പ്രഷർ കൊടുത്തിരുന്നു. സോ അതിനകത്ത് തന്നെ അവിടെ ട്രയോറയ്ക്ക് വേണം അത് ബ്ലോക്ക് ചെയ്യായിരുന്നു. അതൊരു പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ് ഫ്രം ട്രയോറ ആയിരുന്നു നമ്മളവിടെ കണ്ടത്. ഹി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ.
അവിടെ ഈസി ആയിട്ട് വേണം ആ ഗോൾ തടയായിരുന്നു. അവിടെ ബർക്കോള ട്രയോറയിൽ നിന്ന് കടന്നു പോകുന്നു. ഹെവി ടച്ച് എടുത്തതിന് ശേഷം, ഹെവി ടച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രിബിൾ ചെയ്യാൻ നോക്കിയതാണ്. ആള് ഉദ്ദേശിച്ച ഒരു എമൗണ്ട് ഓഫ് വെയിറ്റ് അല്ല അത് കൊടുത്തത്, കുറച്ച് കൂടിപ്പോയ. ട്രയോറ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. കാരണം ട്രയോറയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വളരെ സ്വത്തപ്പുറത്ത് വഴിയാണ് ബോൾ പോകുന്നത്. ആൻഡ് ബർക്കോള പോയി അതൊരു സൂപ്പർ ഫിനിഷ് ആയിരുന്നു, ഒന്നും പറയാനില്ല, ഒന്നൊന്നര ഫിനിഷ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ സൊസൈഡാഡ് ക്രിയേറ്റഡ് നത്തിങ്. ഐ തിങ്ക് ഡോണറൂമ വെറുതെ അവിടെ പേപ്പറും വായിച്ചിരിക്കുക എന്നൊക്കെ പറയത്തില്ല, ലുനിൻ ജിറോണയ്ക്കെതിരെ ലുനിൻ ഇരുന്ന പോലെ, അതുപോലെ വേണം പറയുന്നത്. കാരണം അധികം ഒന്ന് രണ്ട് ഇൻസ്റ്റൻസ് റൊട്ടീനായിട്ട് കീപ്പ് ചെയ്യേണ്ടതല്ല വന്നതല്ലാതെ, ഗോൾ കിക്ക് എടുക്കാനായിട്ടൊക്കെ വന്നതല്ലാതെ ഐ തിങ്ക് ഡോണറൂമയ്ക്ക് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല സെക്കൻഡ് ഹാഫ് ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഫുൾ മാച്ചിലേ ഇല്ലായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഡോണറൂമ ശരിക്ക് പേടിച്ചിട്ടുണ്ട്, വിയർത്തിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ സെക്കൻഡ് ഹാഫിൽ ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. അങ്ങനെ 2-0 ലീഡ് എടുക്കുവാണ്. എനിക്കൊന്ന് PSG ഒരു ഗോളും കൂടെ അടിക്കും 3-0 ആക്കാനായിട്ട് അവർ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അവർ ആ കാര്യത്തിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരിക്കും. സെക്കൻഡ് ഹാഫിലെ PSG പെർഫോമൻസ് വെച്ച് മേ ബി ദേ ഷുഡ് ഹാവ് സ്കോർഡ് 1 മോർ എന്ന് വേണം പറയായിരുന്നു. ആൻഡ് സൊസൈഡാഡ് വിൽ ബി റിയലി ഡിസപ്പോയിന്റഡ് ഫോർ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ എങ്ങനെയാലും അടിച്ചു ഒരു 2-1 റിസൾട്ടുമായിട്ട് സെക്കൻഡ് ലെഗ് പോകുമായിരുന്നെങ്കിൽ മേ ബി ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ ഗെയിം ചേഞ്ചർ എന്ന് പറയേണ്ടി വരും. സോ ഇതാണ് സൊസൈഡാഡ് മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ ഉസ്മാൻ ഡെമ്പലെ ആൻഡ് ഫാബിയൻ റൂയിസ്. ഡെമ്പലെ ഇന്നലെ ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു ഉസ്മാൻ ഡെമ്പലയുടെ. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫാബിയൻ റൂയിസ് ഇൻ ദ മിഡ്ഫീൽഡ് വാസ് ഓൾസോ ഗ്രേറ്റ്, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എംബുമോൻ ഇന്നലെ 44th ഗോൾ അടിച്ചു, മോർ ദാൻ സാല, മോർ ദാൻ നെയ്മർ. സോ ചാമ്പ്യൻസ് ലീഗിൽ മേ ബി ക്രിസ്ത്യാനോ മെസ്സി റെക്കോർഡ് തകർക്കാനായിട്ട് ചാൻസ് നല്ലപോലെ കാണുന്നുണ്ട്. എംബുമോൻ ആണെങ്കിലും ഹാളണ്ടിനാണെങ്കിലും ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി എംബുമോൻ മാഡ്രിഡിലോട്ടും എല്ലാം മാറിയാൽ അത് ഗെയിം ചേഞ്ചർ ആയിരിക്കും. ആൻഡ് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ മഡ്രിഡിന് ചെറിയൊരു മോശം വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, എംബുമോൻ ആണെങ്കിൽ കൂടുതൽ പൈസ വേണമെന്ന് ഡിമാൻഡ് ചെയ്തെന്നോ, റയൽ മാഡ്രിഡ് വിട്ട പുതിയ ഓഫറിൽ ആൾ ഹാപ്പി അല്ലെന്നോ എന്നൊക്കെ റിപ്പോർട്ടുകൾ കേൾക്കുന്നു. സോ അതിനെക്കുറിച്ച് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിലൂടെ പിന്നീട് പറയാം. സോ ഇന്നലത്തെ മാച്ചിൽ ഫെയർ ആയ സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് വൈസ് അവർ ചാൻസുകൾ കൺവേർട്ട് ചെയ്തു. PSG was a deserving win. Sociedad will be disappointed with their second half performance and first half ഗോൾ സ്കോർ ചെയ്യാത്തതിൽ. സെക്കൻഡ് ലെഗിൽ PSG അഗൈൻസ്റ്റ് 2 goal ഡെഫിസിറ്റ് മറികടക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ